ഹലോ ട്രേഡേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷൻ അനാലിസിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ചാർട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ തന്നെ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് സൈഡ് ട്രേഡ്സ് ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കണമെന്ന് രാവിലെ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയാൽ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സൈഡ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സസ്റ്റൈനബിൾ പുൾ ബാക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അപ്സൈഡ് ട്രേഡ്സ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കില്ല എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു പുൾ ബാക്ക് തന്നിട്ടില്ല. നിഫ്റ്റിയിലാണെങ്കിലും ഇന്നലെ ഒരു സസ്റ്റൈനബിൾ പുൾ ബാക്ക് എന്ന് പറഞ്ഞൊരു പുൾ ബാക്ക് തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ലോങ് സൈഡ് ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എക്സാക്ട്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഓപ്പൺ ചെയ്തിട്ട് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ലോങ് സൈഡ് ട്രേഡ്സ് ഈ സപ്പോർട്ട് എടുത്തില്ല. ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളൊരു ചെറിയൊരു പുൾ ബാക്ക് എന്ന് പറയാം. ആ ഒരു പുൾ ബാക്ക് അല്ലാതെ ലോങ് സൈഡ് ട്രേഡ് എടുക്കാൻ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് പലതവണ ഈ സിനാരിയോ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ലോങ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത്. ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് സേഫായിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് സെൻസെക്സിലാണ്. നമുക്കറിയാമല്ലോ, എക്സ്പയറി ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പയറി ഇൻഡെക്സിലെ ട്രേഡ് എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സെൻസെക്സിലാണ് ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. അത് ഒരു ട്രേഡ് മിഡ് ക്യാപ്പിലും. നിഫ്റ്റിയിലും ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇന്നത്തെ അനാലിസിസ് നോക്കുവാണെങ്കിൽ എക്സാക്റ്റ് നമ്മുടെ ലെവലിലാണ് ഓപ്പൺ ആയത്. എക്സാക്റ്റ് നമ്മുടെ ലെവലെന്ന് പറഞ്ഞാൽ എസ്റ്റർഡേ ക്ലോസിങ് കൂടാണ്. സെയിം ലെവലിൽ ഓപ്പണായി. ഒരു ചെറിയ അപ്സൈഡ് പോയില്ല. ക്യാൻഡിൽ തിരിച്ച് ഡൗൺ സൈഡ് വന്ന് ഇതിൻ്റെ അടിയിൽ തന്നെ ക്ലോസ് ചെയ്തു. അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആണ്. പക്ഷേ ഡൗൺ സൈഡ് എൻട്രി എടുത്തില്ല. കാരണം ഒരു ചെറിയ ഗ്യാപ്പ്, ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്തത് കൊണ്ട് അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്തില്ല. ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്തതുകൊണ്ട് അപ്സൈഡ് എൻട്രി എടുക്കാനും അത്ര കോൺഫിഡൻസ് ഇല്ല. ഡൗൺ സൈഡ് എൻട്രി എടുക്കാനും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ എവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് രാവിലെ തന്നെ തീരുമാനിച്ചു. കാരണം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് മുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SL അടിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു രണ്ട് ഇൻഡെക്സിലും. പിന്നെ ഇത് ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ഇതിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു ബുള്ളിഷ് റിയാക്ഷൻ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ അപ്സൈഡ് പ്ലാൻ ചെയ്തേനെ. പക്ഷേ നമ്മൾ സെൻസെക്സിൽ ഒരു സ്കാൽപ്പ് മാത്രമാണ് ചെയ്തത്. സെൻസെക്സിൽ അപ്സൈഡ് തന്നെയാണ് സ്കാൽപ്പും കിട്ടിയത്. ഈ ഒരു ട്രേഡായിരുന്നു നമ്മൾ സെൻസെക്സിൽ എടുത്തത്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. 1 മിനിറ്റിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. ഏകദേശം ഇവിടെ വരെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പ്രീമിയത്തിൽ ടാർഗറ്റ് ഹിറ്റായി. പ്രീമിയം എടുത്തിട്ടുണ്ടായിരുന്നത് 79,300 ഇൻ ദ മണി പ്രീമിയം ആയിരുന്നു എടുത്തത്. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഇത് 50 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു വെച്ചത്. സിംഗിൾ ലോട്ടിലെടുത്താൽ മതി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലിൽ. കാരണം അപ്പ് സൈഡും ഡൗൺ സൈഡും പോകാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഏത് സൈഡിലോട്ടാണെന്ന് നമുക്കുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഏത് സൈഡിൽ കാണുന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇന്ന് പ്ലാൻ ചെയ്യുന്നുള്ളായിരുന്നു. ക്യാൻഡിൽ കാണുമ്പോൾ ഒന്നും ഇല്ല, 2-3 ക്യാൻഡിലേ ഉള്ളൂ. പക്ഷേ ഏകദേശം 100 പോയിൻറ്റ് 100 പോയിൻറ്റിൻ്റെ മൂവ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ചത് 50 പോയിൻ്റാണ്. കാരണം ഇന്ന് ഒന്നാമത് എക്സ്പയറിയാണ്. മാത്രമല്ല പ്രീമിയം ഇത്രയും കൂടി നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരു ക്യാൻഡിൽ തന്നെ നമ്മുടെ SLനെക്കാട്ടി വലുപ്പം വരുന്ന ക്യാൻഡിൽസാണ് വരുന്നത്. നമ്മളൊരു 10-25 പോയിൻറ്റ് വെക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഏകദേശം ഒരു ക്യാൻഡിൽ തന്നെ ഉണ്ടോ 50 പോയിൻറ്റ് 45 പോയിൻ്റൊക്കെയാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 50 പോയിൻ്റെങ്കിലും വെച്ചില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ 50 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:2 ടാർഗറ്റ് ചെയ്തത്. ടാർഗറ്റ് എക്സാക്റ്റ്ലി അച്ചീവ് കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് മാറിക്കോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോൾഡ് ചെയ്യേണ്ടവർ അതൊക്കെ അവരുടെ ഇഷ്ടം. കാരണം ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്, നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഇത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ 100 പോയിൻറ്റിൻ്റെ ക്യാൻഡിൽ ഡൗൺ സൈഡ് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ക്യാൻഡിൽ എങ്ങനെ പോയാലും ഒരു 100 പോയിൻറ്റിനെക്കാട്ടി കൂടുതൽ കാണും. 102 പോയിൻറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിൽ.
ഇതുകൊണ്ടാണ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ റിഫ്ലക്സ് ഒക്കെ അത്രയും ക്വിക്കായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നത്. വെച്ചുകൊണ്ടിരുന്നിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു സംഭവമല്ല ഓപ്ഷൻസ്. അതുകൊണ്ട് നമ്മുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനം പെട്ടെന്ന് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ്. അല്ലാതെ കുറച്ചും കൂടെ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇച്ചിരി താഴെ വരെ പോയിട്ട് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണം നമ്മളെ തന്നെ. പിന്നെ നമുക്കൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് മിഡ് ക്യാപ്പിലായിരുന്നു. മിഡ് ക്യാപ്പിൽ ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് സൈഡ് പോയി ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കറക്റ്റ് സെൻസെക്സിലെടുത്ത അതേ ട്രേഡ് പ്ലാൻ തന്നെയാണ് മിഡിലും എടുത്തത്. സപ്പോർട്ടിലെത്തി ട്രെൻഡ് ലൈൻ, ചെറിയ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മിഡിൽ ട്രേഡ് പ്ലാൻ ചെയ്തത്. 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസും 10 പോയിൻറ്റ് ടാർഗറ്റായിരുന്നു വെച്ചത്. അതും കൃത്യം 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസും 10 പോയിൻറ്റ് ടാർഗറ്റും. കറക്റ്റ് 10 പോയിൻറ്റ് ടാർഗറ്റ് എത്തിയതിന് ശേഷം എക്സാക്റ്റ് റിവേഴ്സ് കാണിച്ചു. കണ്ടോ, ഇതാണ് അതിൻ്റെ പ്രീമിയം ചാർട്ട്. 270 എൻട്രി എടുക്കാൻ പറഞ്ഞു, 265 SL പറഞ്ഞു, 280 ടാർഗറ്റ്. കറക്റ്റ് എക്സാക്റ്റ് എൻ്റെ 280 ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴെ പോയി. ഇവിടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ക്യാൻഡിൽ ഡൗൺ സൈഡ് പോയത്. എങ്ങനെ പോയാലും ബുക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും. ഒരു 10-35 സെക്കൻഡ് ഈ ഒരു ഏരിയയിൽ കിടന്ന് കളിച്ചിട്ടാണ് ഡൗൺ സൈഡ് പോയത്. ഈ ഒരു 2 ട്രേഡ് മാത്രമേ ഈ 2 ട്രേഡല്ല, നമ്മളൊരു ഹീറോ സീറോ എടുത്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ഹീറോ സീറോ ട്രേഡ്, അതായത് 2-2.5 കഴിഞ്ഞതിന് ശേഷം ഒരു ട്രേഡ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. 3 മണിക്ക് 79,200 P 8 രൂപയ്ക്ക് എടുത്തോളം പറഞ്ഞ SL 0 8 16 കഴിഞ്ഞ 16 ആയപ്പോൾ തന്നെ 100% ROI കിട്ടി. 19 വരെ പോയി, ഹാഫ് ബുക്ക് ചെയ്തോളാം പറഞ്ഞിരുന്നു, ബാക്കി ഹാഫിൽ കോസ്റ്റിലിട്ടോളം പറഞ്ഞത് കോസ്റ്റിലടിച്ചു. പിന്നെ ഒരു ട്രേഡും കൂടെ എടുത്തു, അത് അത്യാവശ്യം മൂവ് ചെയ്തില്ല. ഒരു 3-4 പോയിൻ്റ് കാണിച്ചിട്ട് തിരിച്ച് കോസ്റ്റ് ഹിറ്റ് ചെയ്യുക ചെയ്ത്. ഈ 4 ട്രേഡ്സ് ആയിരുന്നു എടുത്തത്. എടുത്ത ട്രേഡ്സ് എല്ലാം തന്നെ ഗ്രീനായിരുന്നു. ഓക്കെ, പിന്നെ ഫോറക്സിലുള്ള ട്രേഡ് എടുത്തു. യൂറോ USDയിലായിരുന്നു ട്രേഡ് എടുത്തത്. ഈ ട്രേഡായിരുന്നു അത്. SL അടിച്ചു. നമ്മൾ പറഞ്ഞത് ഈ ലെവലിൻ്റെ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്തോളാനായിട്ട് പറഞ്ഞത്. എക്സാക്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിപ്പിച്ചിട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ചു. ഓക്കെ, ഇത് ഈ ഒരു ട്രേഡായിരുന്നു. 15 മിനിറ്റ് ക്യാൻഡിൽ അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ അപ്സൈഡ് പോയി. പിന്നെ പ്രോഫിറ്റ് കണ്ടിട്ടില്ല ഇതിൽ, SL അടിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ട്രേഡ് മാത്രമേ ഇന്ന് ഫോറക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡും പ്ലാനും.